AI versus HI. AI വേഴ്സസ് HI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേഴ്സസ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി AI-യുടെ വിശദമായ ഗുണഗണങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് കാണുകയുണ്ടായി. പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് 1-2 സംശയങ്ങളും ഉയരുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും AI-ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അച്ഛാ, ആരോഗ്യരംഗത്ത് AI-യുടെ അപ്ലിക്കേഷനെ പറ്റി നമുക്ക് എന്താണ് പ്രതിപാദിക്കാനായിട്ട് സാധിക്കുക? ആരോഗ്യരംഗം ഒരുപക്ഷെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെ വിപ്ലവാത്മകമായ വളർച്ചയ്ക്ക്, വികാസത്തിന് സാധ്യത തുറന്നിടുന്ന ഒന്നാണ് AI-യുടെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിലുള്ള AI-യുടെ ഇടപെടലുകളെ സഭ പ്രത്യേകിച്ച് ഈ ഡോക്യുമെൻറ്റിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ പ്രധാനമായും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് ആൻറ്റിക്വ എറ്റ് നുവ എന്ന ഡോക്യുമെൻ്റ് പറയുന്നത്. രോഗികളുടെ ക്ഷേമത്തിനായുള്ള ഉത്തരവാദിത്തം, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ഇത് 3മാണ് ഈ തൊഴിലിൻ്റെ കാതൽ. ആരോഗ്യരംഗത്ത് AI ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ പ്രധാന 3 കാര്യങ്ങളെയും ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നാം AI ഉപയോഗിക്കുവാൻ. രോഗികളുടെ ക്ഷേമമാണ് പ്രഥമമായ ഉത്തരവാദിത്തം. രോഗിയുടെ നന്മയ്ക്ക് വേണ്ടി AI ഏതു പരിധിവരെയും ഉപയോഗിക്കുന്നതിലും തടസ്സമില്ല. അതൊരു പക്ഷേ രോഗം നിർണ്ണയിക്കാനാവാം, രോഗത്തിന് ഫലപ്രാപ്തിയുള്ള മരുന്ന് കണ്ടെത്താനാവാം, രോഗത്തിൻ്റെ വിവിധ മേഖലകൾ അന്വേഷിക്കുന്നതിലേക്കാവാം. ഈ മേഖലകളിലെല്ലാം AI നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ, അവിടെ ഒരു പക്ഷേ AI-യുടെ ഉപയോഗം അല്പം കൂടി കണിശത പാലിക്കേണ്ട ഒന്നാവേണ്ടിയിരിക്കുന്നു. 3ാമത്, ആരോഗ്യരംഗത്തെ തൊഴിലിൻ്റെ മഹാത്മ്യം, ആരോഗ്യ സംരക്ഷണം എന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മേഖല കൂടിയാണ്. ആരോഗ്യ സംരക്ഷണം ഒരു വ്യക്തിയുടെ, സമൂഹത്തിൻ്റെ ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിന് AI-യുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താം. അടുത്ത കാലത്ത് ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു റോബോട്ട് കൊണ്ടുവന്നാണ് നമ്മൾ കൊച്ചിയിൽ മാൻഹോൾ ക്ലിയർ ചെയ്തത്. ഇനിമേൽ ഇത്തരം ജോലികൾ ചെയ്യാൻ വേണ്ടി മനുഷ്യനിറങ്ങേണ്ട ആവശ്യമില്ല. അതെപ്പോഴും ഉപകാരപ്രദമാണ്. എന്നാൽ ഇതിന് വളരെ വലിയൊരു അപകടമായിട്ട് ഈ ഡോക്യുമെൻ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യ രംഗത്തെ പ്രധാനപ്പെട്ട മാനദണ്ഡം പണമായി ഇന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പണം പ്രധാന മൂല്യമായി വന്നു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം ഇതിനെ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ പരസ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ് റോബോട്ടിക് സർജറി ലഭ്യമാണ് എന്നുള്ളൊരു വാചകം. ഈ റോബോട്ടിക് സർജറി ലഭ്യമാകുന്നിടത്ത് നമ്മുടെ ഡോക്ടർമാരുടെ വിദഗ്ധ സേവനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയവും സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. റോബോട്ടിക് സർജറി സാധ്യമായ പല മേഖലകളുമുണ്ട് എന്നാണ് ഇന്ന് പറയപ്പെടുന്നത്. ഒരുപക്ഷെ വളരെ കൃത്യമായ രോഗനിർണയം നടത്തി യാതൊരുവിധ പിഴവുകളും കൂടാതെ ഒരു സർജറി നടത്തുവാൻ ഒരു AI സഹായിയായിട്ടുള്ള റോബോട്ടിന് സാധ്യതയുണ്ടായിരിക്കാം. വികസനത്തിൻ്റെ വലിയൊരു അടയാളമാണ്, AI-യുടെ വലിയൊരു സംഭാവനയുമാണ്. പക്ഷേ അതിന് ഒരു തരത്തിലുള്ള പരിമിതിയുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ ചെയ്യുമ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് വന്നേക്കാം, രോഗിയുടെ മരണം പോലും സംഭവിച്ചു എന്നും വന്നേക്കാം. എന്നാൽ മനുഷ്യനൊരു വീഴ്ച വന്നു കഴിയുമ്പോൾ ആ വീഴ്ചയിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിച്ച് പുതിയ ഗവേഷണങ്ങൾ നടത്തുവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്.
AI വന്നു കഴിയുമ്പോൾ ഇതിൽ നമ്മൾ നൽകിയിട്ടുള്ള ആ കമാൻഡ്മെൻറ്റ്സിന് അപ്പുറത്തേക്ക് പോകുവാനായിട്ട് AI ഉപകരണങ്ങൾക്ക് സാധിക്കുകയില്ല. മനുഷ്യൻ എന്തൊക്കെ കൊടുത്തോ ആ മേഖലകളിലേക്കെല്ലാം ഇതിന് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത്തരമൊരു ഒരു ഒരു സാധ്യതകൾ ഈ AI നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ തന്നെ ഇത് നൽകുന്ന ഒരു ചലഞ്ചും പ്രധാനപ്പെട്ട ഒരു AI ഒരു പരിമിതി എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. നഴ്സിംഗ് രംഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മികവ് ലോകപ്രസിദ്ധമാണ്. യൂറോപ്യൻ നാടുകളിലും അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ കേരളത്തിലെ നഴ്സുമാർക്ക് വിവിധ ഓപ്പറേഷൻ രംഗങ്ങളിലൊക്കെ ഒരുപാട് സാധ്യതകളും നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ നഴ്സിംഗ് രംഗത്ത് AI സാധ്യത എങ്ങനെയാണ്? AI വളരെയധികം പ്രാവർത്തികമാകുകയാണെങ്കിൽ ജോലി സാധ്യതയെ വരെ അത് ബാധിക്കില്ലേ എന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട്. നമുക്കൊന്ന് ഭാവന ചെയ്യാൻ ഒരുപക്ഷെ ഇത് വളരെ രസകരമായിരിക്കും. ഒരു നഴ്സിന് പകരം ഒരു AI നമ്മെ ശുശ്രൂഷിക്കാൻ വരുന്ന ഭാഗം, അത് നിങ്ങൾക്കൊക്കെ ഒന്ന് വേണമെങ്കിലൊന്ന് ഭാവനയിൽ കാണാം. രോഗിയായി കിടക്കുന്നു, ഒരു റോബോട്ട് പോലെയുള്ള AI പോലെയുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഉപകരണം, മനുഷ്യൻ്റെ രൂപമൊക്കെ ഉണ്ടാകുമായിരിക്കാം, നിങ്ങളുടെ അടുത്ത് വരുന്നു. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും. പനിയുണ്ടോ? തലവേദനയുണ്ടോ? വയറ്റിൽ വേദനയുണ്ടോ? ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഉറങ്ങിയോ? ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഈ AI സാധിക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളെ മനസ്സിലാക്കുവാൻ എന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന വികാരത്തിൻ്റെ പലതരത്തിലുള്ള തലങ്ങളുണ്ട്. അത് മനസ്സിലാക്കുവാൻ എല്ലാ നഴ്സുമാരും അത് മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എന്നിരുന്നാൽ പോലും മനുഷ്യന് ഇവരെ മനസ്സിലാക്കുവാൻ, ഇതുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചറിയുവാനുള്ള വളരെയേറെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നേഴ്സിംഗ് രംഗത്ത് ഭാഗികമായി AI സഹായം ഉപയോഗിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ പോലും ഒരിക്കലും പൂർണ്ണമായി വരുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ വെളിച്ചത്തിൽ. ആരോഗ്യരംഗം പോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ രംഗവും. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, ഒരുപാട് പ്രതീക്ഷകളുമായി നമ്മുടെ പുതിയ തലമുറ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കും പോലും കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയായിരിക്കാം AI സംഭാവനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? വിദ്യാഭ്യാസ രംഗത്ത് തീർച്ചയായിട്ടും വളരെ വ്യാപകമായ, നമ്മുടെയൊക്കെ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒന്നാണ് AI സംഭാവനകൾ. ഒരുപക്ഷെ ഇന്ന് നാം വിഭാവന ചെയ്യുന്നതിനുമൊക്കെ അതീതമായൊരു തലത്തിലേക്ക് നാളത്തെ വിദ്യാഭ്യാസ രംഗം മാറിയെന്ന് വന്നേക്കാം. കോവിഡിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഒരിക്കലുമില്ല. നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും ഇരിക്കുന്നു, അപ്പോൾ അവിടെ ഒരു അധ്യാപകന് സാന്നിധ്യമില്ലാതെ തന്നെ അവർക്ക് മുമ്പിൽ എല്ലാ നോട്ടുകളും എത്തുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ വിഭവങ്ങൾ എത്തുന്നു. ഇന്ന് ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. നമ്മളെ യൂണിവേഴ്സിറ്റി ചെല്ലണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർ നൽകുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർ നൽകുന്ന പരീക്ഷ എഴുതിയാൽ മതി. ഇത് വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഒരു കാതലായ മാറ്റമാണ്. എന്നാൽ വളരെ കാര്യമായ ഒരു ശ്രദ്ധിക്കുന്നു ഇവിടെ ഈ ഒരു ഇതിൽ പറയുന്നൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ രേഖ പറയുന്ന ആൻറ്റിക്വ എറ്റ് നോവ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അനുയോജ്യമായ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും വിദ്യാർത്ഥികൾക്ക് ഉടനടി ഫീഡ്ബാക്ക് നൽകുന്നതിലൂടെയും AI ഒരു മൂല്യവത്തായ വിദ്യാഭ്യാസ വിഭവമായി മാറും. അങ്ങനെ ഒരു വലിയ വിഭവമായി മാറാനുള്ള കഴിവുണ്ട്. അതേസമയം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തന്നെ ഭാഷ കടമെടുത്ത് ആൻറ്റിക്വ എറ്റ് നോവ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ബുദ്ധിയുടെ ഭാഷയും ഹൃദയത്തിൻ്റെ ഭാഷയും കരങ്ങളുടെ ഭാഷയും യോജിക്കുമ്പോഴാണ് യഥാർത്ഥ വളർച്ച സംഭവിക്കുക. ഈ ബുദ്ധിയുടെ ഭാഷയെക്കുറിച്ച്, ഹൃദയത്തിൻ്റെ ഭാഷയെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാഷയാണ്. കരങ്ങളുടെ ഭാഷ എന്ന് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്, ബാഹ്യമായ പ്രവൃത്തികൾ. ഞാൻ ഓർക്കുക, ഞാൻ ഈ റോബോട്ടുകളുടെ ഒരു പ്രവർത്തനം കാണുവാൻ ഒരു കാർ ഫാക്ടറിയിൽ പോയൊരു കാര്യമുണ്ട്, ജർമ്മനിയിലെ ഒരു കാർ കമ്പനിയിൽ. അത് ചില കാര്യങ്ങളൊക്കെയും റോബോട്ടുകളാണ് വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കൈകൾ, വേറെ വലിയ ഉപകരണങ്ങളൊന്നുമില്ല, 4 കൈകളുടെ രൂപത്തിലാണ് ഈ റോബോട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കൈകൾ മാത്രം വന്ന് ഈ പ്രത്യേകമായ ഒരു പീസ് അല്ലെങ്കിൽ കാറിൽ വിൽക്കുവാനുള്ള ഒരു പ്രത്യേക ഘടകം അത് ഒഴിച്ചു മടക്കി കൃത്യമായ രൂപത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തവണ കടന്നു പോയി കഴിഞ്ഞാലും ഈ റോബോട്ടുകൾ വന്നിട്ട് ഒരേ രീതിയിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അത് കുഴപ്പമില്ല, കാരണം എല്ലാ കാറും
ഒരേ രീതിയിൽ ഒരേ രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. അതിൻ്റെ കരങ്ങളുടെ മാത്രമേ ആവശ്യമേ ഉള്ളൂ. ഇവിടെ പറയുന്നത് 3 കാര്യങ്ങളുടെ സംയോജനമായ ഒരു സമാഹരണമാണ്. അത് ബുദ്ധിയുടെ ഭാഷ വേണം, ലാംഗ്വേജ് ഓഫ് ഹെഡ്, ഹൃദയത്തിൻ്റെ ഭാഷ വേണം, ലാംഗ്വേജ് ഓഫ് ഹാർട്ട്, കരങ്ങളുടെ ഭാഷ വേണം, ലാംഗ്വേജ് ഓഫ് ഹാൻഡ്. ഇത് 3ഉം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഇവിടെ വളരെ പ്രധാനമായിട്ടും ഈ നമ്മുടെ ഡോക്യുമെൻ്റ് പറയുന്ന ഒരു കാര്യമുള്ളത്, യുവാക്കളെ വിവരങ്ങൾ ശേഖരിക്കാനും വേഗത്തിലുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കാനും പരിശീലിപ്പിക്കുന്നതിന് പകരം വിദ്യാഭ്യാസം നല്ല വിവേകത്തോടെയും ബുദ്ധിശക്തിയോടെയും പ്രശ്നങ്ങളെ നേരിടുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വപരമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കണം. അറിവ് സമ്പാദിക്കുക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. അറിവ് നേടുന്നതോടൊപ്പം തന്നെ മൂല്യങ്ങൾ സ്വായത്തമാക്കുവാനും മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാനും ബന്ധങ്ങൾ രൂപപ്പെടുത്തുവാനും വിദ്യാഭ്യാസം ഒരാളെ സഹായിക്കും. സാറ് വർഷങ്ങളുള്ള ഒരു അധ്യാപകനായിരുന്നു. ഈ അധ്യാപന രംഗത്ത് സാറിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ക്ലാസ് എടുക്കൽ മാത്രമല്ലായിരുന്നല്ലോ. ശരിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കൊടുക്കുന്നത് കുട്ടികളുടെ ഒരു ഫോർമേഷനും കൂടിയാണ്. ആ ഫോർമേഷനിലൂടെ അവർ കടന്നു വരുമ്പോഴാണ് വിദ്യ അഭ്യസിക്കും തോറും അവരുടെ സാർവത്രികമായ ആ എല്ലാ ഗുണങ്ങളും പരിപോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി തീവ്രമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കും. ഒരു ടീച്ചർ വളരെ തീവ്രമായി പ്രതികരിക്കുന്നത് കണ്ടു. ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്. പിന്നീട് ഈ ടീച്ചറുമായിട്ടുള്ളൊരു ദീർഘമായൊരു ഇൻ്റർവ്യൂ ഒരു വാർത്താ ചാനലിൽ വന്നായിരുന്നു. ചാനലിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഈ ചാനലിൽ വന്നപ്പോൾ ടീച്ചറിൻ്റെ കയ്യിലൊരു ചൂരലുണ്ട്. ടീച്ചർ പറഞ്ഞത്, ഈ ചൂരൽ കൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞ മറ്റൊരു വാക്കാണ് എന്നെ കണ്ടവാനം സ്പർശിച്ചത്. ഈ ചൂരൽ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഞാൻ ഈ ചൂരൽ കൊണ്ട് അടിച്ച കുട്ടികളെല്ലാവരും ഇന്നും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് അധ്യാപനം എന്ന് പറയുന്നത് കേവലം വിവരങ്ങളുടെ കൈമാറ്റം മാത്രമല്ല, മറിച്ച് ജീവിതബോധ്യത്തിൻ്റെ, ഒരു ജീവിതശൈലിയുടെ, ഒരു മൂല്യത്തിൻ്റെ, അതിനൊക്കെ ഉപരിയായിട്ട് ഒരു സംസ്കാരത്തിൻ്റെ, പൈതൃകത്തിൻ്റെ ഒരു കൈമാറ്റ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ആ ഒരു കാര്യം AI മൂലമുള്ള വിദ്യാഭ്യാസത്തിൽ നടക്കുകയില്ല എന്ന് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത്, വിദ്യാഭ്യാസത്തെ സത്യത്തിലേക്കുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് ഈ പ്രബോധനം കാണുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് സത്യത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ഒരുപക്ഷെ AIയുടെ ഉപയോഗം തന്നെ വിദ്യാർത്ഥികളെ സത്യം ശീലിപ്പിക്കുന്നതിനും തടയുവാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അച്ഛൻ വിദ്യാഭ്യാസത്തിലൂടെ സത്യത്തിലേക്കുള്ളൊരു തുറവി സൂചിപ്പിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓൺലൈനിൽ ഒരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. AI ടെക്നോളജി നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഡീപ്പ് ഫേക്ക് ടെക്നോളജി. അതായത് AI കോണ്ടന്റുകളെ നമ്മളെടുത്ത് നമ്മുടെ സ്വന്തം സൃഷ്ടിയായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണിത്. വിദ്യാഭ്യാസ രംഗത്താണ് ഇതിൻ്റെ അധികമായ സ്വാധീനം നമ്മൾ കണ്ടുവരുന്നത്. പ്രൊജക്റ്റ് വർക്കുകളിലും തീസിസിനും വേണ്ടി വിദ്യാർത്ഥികൾ AI കോണ്ടന്റുകൾ എടുക്കുകയും അവരുടെ സ്വന്തം പ്രസിദ്ധീകരണവുമായി ഇറക്കുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടുവരാം. ഈ ഒരു പ്രവണത എങ്ങനെയാണ് യുവതലമുറയെയും നമ്മുടെ സമൂഹത്തെയും ബാധിക്കുന്നത്? ഈ ചോദ്യം വാസ്തവത്തിൽ വളരെ വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും AI വിദ്യാഭ്യാസ രംഗത്തെ ഒരു മാർഗമായി, ഒരു മാധ്യമമായി സ്വീകരിക്കുന്നതാണ്. ഇന്ന് കൂടുതലും കുട്ടികളുടെ സ്വയം പ്രവർത്തനങ്ങൾ, അവരുടെ തന്നെ അസസ്മെൻറ്റ്, അത് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ അസൈൻമെൻറ്റ് എഴുതാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യും, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് ഈ അടുത്ത കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇവിടെ പതിയിരിക്കുന്ന ഒരു അപകടമുണ്ട്. നമുക്ക് നൽകുന്ന അസൈൻമെൻറ്റ്, അതല്ലെങ്കിൽ ഒരു തീസിസ് വർക്ക്, എന്തിനേറെ ചിലപ്പോൾ PhD തീസിസ് പോലും എഴുതുവാനായിട്ട് AI ആശ്രയിക്കുന്നവരുണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെ AI ആശ്രയിച്ച് കഴിയുമ്പോൾ ഏതാനും അപകടങ്ങൾ അവിടെ ഉണ്ടാകും. ഒന്ന്, നാം വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട നമ്മുടെ ബുദ്ധിയെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതെ വരും. വളരെ നിസ്സാരമായ ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. സാറിന് നല്ല ഇതുണ്ടല്ലോ, ഒരു ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മനക്കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം. പ്രത്യേകിച്ചും തൊഴിലാളികൾ പെട്ടെന്ന് തന്നെ കൂട്ടി ഉത്തരം പറയുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അക്ഷരജ്ഞാനമില്ലാതിരുന്നവർ, നമ്മുടെ സാധാരണ ഇടയിലുള്ള കച്ചവടക്കാർ, പണിക്കാർ, അവരൊക്കെ ഈ മനക്കണക്ക് കൂട്ടിയിട്ട് വളരെ പെട്ടെന്ന് പറയും. നമ്മൾ വിദ്യാഭ്യാസം ശ്രദ്ധിച്ചവരെ ഗുണനപ്പട്ടിക എണ്ണി വരുമ്പോഴേക്കും അതിന് മുമ്പേ തന്നെ അവർ മനക്കണക്കിൽ കൂട്ടി പറഞ്ഞിരിക്കും. അതൊരു സിദ്ധിയാണ്. അത് ജന്മനാ കിട്ടുന്ന സിദ്ധിയല്ല, അവരുടെ നിത്യാഭ്യാസത്തിൽ ആർജിച്ചെടുത്ത ഒരു കഴിവാണ്.
കമ്പ്യൂട്ടറുകൾ വന്നു, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വന്നു, കമ്പ്യൂട്ടർ വന്നു, അത് നമ്മളുടെ നിന്നും ഇല്ലാണ്ടായി. അല്ലെങ്കിൽ ടെലിഫോൺ നമ്പറുകൾ, നമ്മൾ എത്ര ടെലിഫോൺ നമ്പർ ഇപ്പോൾ ഓർത്തിരിക്കുന്നുണ്ട്? ഈ ലാൻഡ് ലൈനുള്ള കാലഘട്ടത്തിൽ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മിനിമം ഒരു 10 പേരുടെയെങ്കിലും ടെലിഫോൺ നമ്പർ മനഃപാഠമായിരുന്നു. അത് നമ്മൾ പറയുകയും ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മുടെ ടെലിഫോൺ നമ്പർ പോലും നമുക്ക് ഓർത്തിരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ AI വന്നു കഴിയുമ്പോൾ, നമ്മൾ AI ഒരുപാട് ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തിക്ക് ലഭിക്കേണ്ട കൂർമ്മത, ബുദ്ധിശക്തി ലഭിക്കേണ്ട ആധികാരികത, അതിൻ്റെ സമഗ്രത ഒരർത്ഥത്തിൽ കുറഞ്ഞു പോകും. വിവരങ്ങൾ ശേഖരിക്കുവാൻ എളുപ്പമാണ്, അതേസമയം തന്നെ ഈ വിവരങ്ങൾ കൈവശപ്പെടുത്തുവാനും അത് ഉപയോഗിക്കുവാനുമുള്ള കഴിവ് കുറഞ്ഞു പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപര്യാപ്തത. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, നമ്മൾ ഒരു അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി AI മാത്രം ആശ്രയിച്ച് കഴിയുമ്പോൾ AI ഒരു പക്ഷേ നമുക്കൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കാം, ഒരു റെഫറൻഷ്യൽ പോയിൻ്റായിട്ട് വേണമെങ്കിൽ ചില ആശയങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമ്മളിപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ലേഖനം അത് എഴുതി തരും. ആ ലേഖനം നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ വാസ്തവത്തിൽ അസത്യമാണ്. നമ്മളൊരു നുണ പറയുകയും നുണ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അതാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന വലിയ ഒരു അപകടം. കുട്ടിയുടെ കഴിവ് പ്രതിഫലിപ്പിക്കപ്പെടുന്നില്ല. യഥാർത്ഥത്തിലുള്ള കഴിവ് പ്രതിഫലിപ്പിക്കപ്പെടുവാനായിട്ട് ഇതിലൂടെ സാധിക്കാതെ പോകുന്നു. ഇതൊരു വലിയൊരു അപകടമാണ്. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു അപകടമാണ്, കൃത്രിമമായ വിവരങ്ങൾ സൃഷ്ടിക്കുവാൻ AIക്ക് വളരെയേറെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സോഴ്സ്, അത് ആ ഉറവിടം യാഥാർത്ഥ്യമുള്ളതാണോ, അതിന് വേണ്ടത്ര ആധികാരികതയുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ എടുക്കുന്ന ഉറവിടത്തിന് ആധികാരികതയില്ല എങ്കിൽ നമ്മുടെ കണ്ടെത്തലുകളും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഉപയോഗം, ഈ കൃത്രിമ സാധനങ്ങൾ അല്ലെങ്കിൽ കൃത്രിമ മാർഗങ്ങൾ സൃഷ്ടിക്കുവാനുള്ള വലിയൊരു കഴിവാണ്. ഈ കൃത്രിമ മാർഗങ്ങൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഒരുപക്ഷെ വളരെ വലിയ അപകടമുണ്ടാവുകയും ചെയ്യും. അടുത്ത കാലത്ത് വന്ന ഒരു പ്രസിദ്ധമായ വീഡിയോ സാറ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളിവിടെ ദിനോസറുകളെ വളർത്തുവാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിരുന്നു. സാർ അത് ശ്രദ്ധിച്ചിരുന്നുവോ? നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഈ സംഭവം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കൊരു പക്ഷേ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. ഈ വീഡിയോയുടെ പേര് ദിനോമുക്ക് എന്നാണ്. ദിനോസറുകളെ പാലക്കാടിനടുത്തൊരു ഗ്രാമത്തിൽ വളർത്തുവാൻ ആരംഭിച്ചു. ഇത് പറയുന്ന വളരെ രസകരമായ കാര്യമാണ്. ഇറച്ചിക്ക് വേണ്ടിയും മുട്ടയ്ക്ക് വേണ്ടിയും ദിനോസറുകളെ നാം വളർത്തുന്നു. ദിനോസർ എന്ന് പറഞ്ഞാൽ ഭീകര ജീവിയൊന്നുമല്ല. ഇത് നമുക്കൊരു ആടിനെ പോലെ അല്ലെങ്കിൽ ഒരു പശുവിനെ പോലെ ഇണക്കി വളർത്താവുന്ന ഒരു ജീവിയാണ്. അതിനെ ആളുകൾ സമീപിക്കുന്നു. അതിൻ്റെ കാഷ്ടം നല്ല ഒന്നാന്തരം വളമെന്നാണ് ഇവർ പറയുന്നത്. വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ദിനോസർ കൃഷി. ഓരോരുത്തരും ഇവയുടെ കാഷ്ടം ജൈവ കൃഷിക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഈ വീഡിയോ ഏതായാലും കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം ഇതൊരു ഒരു AI ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്ത ഒരു നിർമ്മിതിയാണ് എന്ന്. പക്ഷേ ഇത് അങ്ങനെ പറയാതെ ഒന്ന് എയർ ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഇത്തരം വീഡിയോകളുടെയൊക്കെ വലിയൊരു അപകടം എന്ന് പറയുന്നത് മനുഷ്യനെ ഒരു പരിധിവരെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുള്ള വീഡിയോകൾ നമുക്ക് വേണമെങ്കിൽ ഇതുവഴി നിർമ്മിക്കാം. ഇപ്പോൾ തന്നെ ധാരാളം നിർമ്മിക്കുന്നുണ്ട്. ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളുടെ നിർമ്മിതി രാഷ്ട്രീയ രംഗത്ത്, അതുപോലെ തന്നെ മതരംഗത്ത് ഒക്കെയും ഇത്തരം വീഡിയോകൾ വളർത്തിക്കൊണ്ട് ആളുകൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുവാൻ, ആളുകൾ തമ്മിലുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കുവാൻ, പോരാട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാനൊക്കെ സാധ്യതയുള്ള ഒന്നാണ് ഇത്തരം വീഡിയോകളുടെ നിർമ്മിതി. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ആധികാരികതയും ഇതിൻ്റെ സമഗ്രതയും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും വളരെ ഗൗരവമായ ഉത്തരവാദിത്വമാണ്. ചുരുക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻഫർമേഷൻസ് ഒരുപാട് ലഭിക്കുന്നതിലൂടെ ഒരു ആർട്ടിഫിഷ്യൽ സംസ്കാരം തന്നെ സംജാതമാകാനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട്. ഇതിലൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേൾഡിലേക്ക് തന്നെ നയിക്കപ്പെടാനുള്ള വലിയൊരു അപകട സാധ്യത കൂടി നമുക്കിതിൽ തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഇതൊരു ഒരു സാധ്യതയാണ്. നമ്മൾ ഈ രംഗത്ത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു 2-3 ടേംസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് കേരളത്തിൽ അത് എത്ര പരിചയമുണ്ട് എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. ഒന്ന്, പോസ്റ്റ് ഹ്യൂമനിസം എന്ന പദമാണ്. അതിനെ മനുഷ്യേതര മാനവികത, ആ ടൈറ്റിലിൽ മലയാളത്തിൽ ഒരു പുസ്തകം തന്നെയുണ്ട്, മനുഷ്യേതര മാനവികത എന്ന് പറയുന്നത്. മറ്റൊന്ന് ട്രാൻസ് ഹ്യൂമനിസമാണ്. അത് മനുഷ്യാന്തര മാനവികത, മനുഷ്യന് ശേഷമുള്ള അല്ലെങ്കിൽ മനുഷ്യാതീതമായ ഒരു മാനവികതയാണ് ഇവർ വിഭാവന ചെയ്യുന്നത്. അവിടെ മനുഷ്യനാണ് അല്ലെങ്കിൽ മനുഷ്യൻ അവിടെ പുറന്തള്ളപ്പെടുകയും
ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന AI ഉപയോഗിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയെ കീഴടക്കുകയും ചെയ്യുന്നതൊക്കെയുള്ള സ്വപ്നങ്ങളാണ് ഇവർ നെയ്യുന്നത്. ഇത് വളരെ ഗൗരവമായ അപകടങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്ന് ഈ ഡോക്യുമെൻ്റ് വളരെ കാര്യമായി നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ കൃത്രിമമായിരിക്കാം, പക്ഷെ അവ വരുത്തി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾ യഥാർത്ഥമാണ്. അത് അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ ആഴത്തുള്ള മുറിവുകളും അവരുടെ മനുഷ്യാന്തസ്സിൽ ഏറെ ആഴമുള്ള മുറിവുകളും അതുണ്ടാക്കുമെന്ന് ഈ ഡോക്യുമെൻ്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കൃത്രിമ വീഡിയോകൾ നാം നിർമ്മിക്കുമ്പോഴും, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ അന്തസ്സിന് ഹാനി വരുത്തുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നിർമ്മിക്കുമ്പോഴും അവ നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോഴും അത് മനുഷ്യരെ, പ്രത്യേകിച്ച് നാം ആരെ ഉന്നം വെക്കുന്നുവോ ആ വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെ, അദ്ദേഹം ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒക്കെ വളരെ വിനാശകരമായ രീതിയിൽ ബാധിക്കും, നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഗുണങ്ങളോടൊപ്പം അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ AI സാങ്കേതികവിദ്യ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് മനുഷ്യൻ്റെ സ്വകാര്യത. AI ഡെവലപ്മെൻറ്റ് ഇത്തരത്തിൽ പുരോഗമിക്കും തോറും മനുഷ്യൻ്റെ സ്വകാര്യതയെ അത് എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാനുള്ള സാധ്യതകൾ? തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ സ്വകാര്യതയെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒന്നാണ് AI ഇടപെടലുകളൊക്കെയും. വാസ്തവത്തിൽ നമ്മൾ ഒരു വ്യക്തി ഏറ്റവും പ്രധാനമെന്ന് കരുതുന്നത് അയാളുടെ സ്വകാര്യതയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് ഏതോ കോണിലിരുന്ന് ഇത് നിയന്ത്രിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യത ഇന്നുണ്ട് എന്നറിയുമ്പോൾ എത്രമാത്രം നമ്മുടെ സ്വകാര്യതകൾ പരിമിതപ്പെട്ടു പോകും എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. നിങ്ങളിന്ന് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലെടുത്ത് നിങ്ങൾ തിരയുന്ന ഗൂഗിളിൻ്റെ തിരച്ചിലനുസരിച്ച്, അന്വേഷണമനുസരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് അതിനനുയോജ്യമായ പരസ്യങ്ങളോ വാർത്തകളോ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനർത്ഥം നിങ്ങൾ വളരെ സ്വകാര്യമായി തിരഞ്ഞ കാര്യങ്ങൾ പോലും ഒളിഞ്ഞിരിക്കുന്ന ആരോ ഒരാൾ കാണുന്നു എന്നുള്ളതാണ്, ആരോ ഒരാൾ അറിയുന്നു. അതൊരു AI ആയിരിക്കാം, ഒരു വ്യക്തി, മനുഷ്യർ കാണണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്വകാര്യത, നിങ്ങളുടെ വളരെ പവിത്രമായി നിങ്ങൾ കരുതുന്ന വ്യക്തിബന്ധങ്ങളുടെ ഉള്ളുകൾ ഇത് ഒരു പുറം ലോകത്ത് അറിയപ്പെടുവാൻ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വകാര്യതയെക്കുറിച്ച് ഇത് നമ്മുടെ ഡോക്യുമെൻ്റ് ആൻറ്റിക്വ എറ്റ് നോവ പറയുന്നതുണ്ട്. ഒരാളുടെ സ്വകാര്യതയിൽ നുഴഞ്ഞു കയറുന്നത് അധാർമികമാണ് എന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, സാങ്കേതികവിദ്യയുടെ അതിപ്രസരം നമ്മുടെ സ്വകാര്യതയെ നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാനും ചൂഷണം ചെയ്യുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിലവിൽ ചില സ്വകാര്യ വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. 24 മണിക്കൂറും നമ്മൾ നിരീക്ഷണത്തിലായിരിക്കുന്ന അവസ്ഥ ഇതിലൂടെ സംജാതമാകുന്നില്ലേ എന്നുള്ളൊരു സംശയവും കൂടി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും 24 മണിക്കൂർ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നിരീക്ഷണത്തിലാണ് എന്ന്, ക്യാമറ കണ്ണുകൾ നിങ്ങൾ നോക്കുന്നുണ്ട് എന്ന്. പക്ഷേ നമ്മൾ മൊബൈൽ ഓണാക്കി നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ യാത്രാപഥങ്ങൾ എവിടെയൊക്കെയോ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കുവാനായിട്ട് എളുപ്പമാണ്. ഒരു പരിധിവരെയും ഈ കുറ്റവാളികളെ കണ്ടെത്തുവാനും കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുവാനും ഒക്കെ ഇത് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊക്കെ കുറച്ച് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അത് തന്നെയാണ് മറുവശത്ത് ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള വളരെ നഗ്നമായ കടന്നുകയറ്റം തന്നെയാണ് ഇതിലൂടെ സംജാതമാകുന്ന ഒരു കാര്യവും കൂടി. ഇതിൻ്റെ വലിയൊരു അപകടമായിട്ട് ആൻറ്റിക്വ എറ്റ് നോവ പറയുന്ന ഒരു മേഖല ഈ സ്വകാര്യതയുടെ നഷ്ടമാണ് അല്ലെങ്കിൽ നാശമാണ്. റിസോഴ്സ് കീഴടക്കുന്നതിനും അതിർത്തി വ്യാപിപ്പിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. യുദ്ധമുഖത്ത് AI സാധ്യതകൾ അനന്തമാണ്. അതുകൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റാണ് നമ്മുടെ മനുഷ്യകുലത്തിന് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ? യുദ്ധരംഗത്ത് AI ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ നിരായുധനായി ഒരു മനുഷ്യൻ കൈകൂപ്പുമ്പോൾ അവനെ ഒരു സൈനികൻ വെടിവെച്ചിടുവാൻ മടിക്കും. അത് പാടില്ല എന്നുള്ളതാണ്. AIക്ക് എല്ലാവരെയും വെടിവെക്കുവാനുള്ള ഒരു കൽപ്പനയെ കൊടുക്കുള്ളൂ.
ഇത് ഒരേ നിമിഷം കൊണ്ട് തന്നെ സർവനാശം വരുത്തി വയ്ക്കാവുന്ന നാശം. ഇതേക്കുറിച്ച് വളരെ കാര്യം പറയുന്നുണ്ട്. ഇതിനെ ഈ ഡോക്യുമെൻ്റ് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് നീതിയുടെ പ്രവൃത്തിയും കാരുണ്യത്തിൻ്റെ ഫലവുമാണ്. റിമോട്ട് കൺട്രോൾ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള കഴിവ് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതുമൂലം ഉണ്ടാകുന്ന നാശത്തെയും അവയുടെ ഉപയോഗത്തിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരത്തെയും കുറിച്ചുള്ള ധാരണ കുറയ്ക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൻ്റെ വലിയ ദുരന്തത്തോട് നമ്മെ അടുപ്പിക്കുന്നതും തണുത്തതായ ഒരു സമീപനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതുമായൊരു കാര്യമാണ് ഈ AI ഉപയോഗം എന്നാണ് പറയുക. കാരണം ധാർമ്മിക തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് AIക്ക് ശേഷിയില്ല. ഒരു കാര്യം ശരിയാണോ തെറ്റോ എന്ന് വിലയിരുത്തി ശരി തിരഞ്ഞെടുക്കുവാനുള്ള ഇച്ഛാശക്തി HIക്ക് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ മനുഷ്യൻ മറ്റൊരു വ്യക്തിയോട് കാണിച്ചിരിക്കുന്ന ആ ധാർമ്മിക ഭാവം AIയുടെ വരവിലൂടെ അപ്രത്യക്ഷമാകാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്രകാരമായിരിക്കാം ധാർമ്മികതയെ ഇത് ബാധിക്കുക? ഇത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യവും കൂടി ഇവിടെ നമ്മൾ വീണ്ടും ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. HIയും AIയും തമ്മിലുള്ള ചില വേർതിരിവുകൾ. ധാർമ്മിക തീരുമാനം എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഇച്ഛാശക്തിയുള്ള മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി അറിവോടുകൂടി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ശരിതെറ്റുകൾ നിർണ്ണയിക്കുവാനുള്ള ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ ധാർമ്മികത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിതെറ്റുകൾ നിർണ്ണയിക്കുവാനും ശരി സ്വീകരിക്കുവാനും ഈ ഡോക്യുമെൻ്റ് വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ ശരിതെറ്റുകൾ അനുഷ്ഠിക്കുക മാത്രമല്ല, മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുവാനും മൂല്യങ്ങൾ സംശീകരിക്കുവാനും ഇതര മനുഷ്യനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും ഹ്യൂമൻ ഇൻ്റലിജൻസിന് HIക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മനസാക്ഷി മനുഷ്യന് മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ മൂല്യങ്ങൾ രൂപീകരിക്കുവാനുള്ള കഴിവും മനുഷ്യന് മാത്രമുള്ളതാണ്. ഉത്തരവാദിത്വപൂർണ്ണമായി അത് ഉപയോഗിക്കുവാനുള്ള ഇച്ഛാശക്തിയും HIക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് AI ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാനിടയാനുള്ള ഏറ്റവും വലിയ ധാർമ്മികമായ അപച്യുതി എന്ന് പറയുന്നത് ശരിതെറ്റുകൾ നിർണ്ണയിച്ചെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നു എന്നത് തന്നെയാണ്. അമിതമായി AIയെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യവർഗം രൂപപ്പെടാനുള്ള സാധ്യതകളും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെ കടന്നുകൊണ്ടുള്ള AIയുടെ യാത്ര ഒരു അപകടകരമായ യാത്രയാകാനുള്ള സാധ്യത ഇല്ലേ എന്ന് തോന്നുകയാണ്. എന്താണ് അച്ഛൻ ഇതിൽ പറയാനുള്ളത്? തീർച്ചയായും ഒരുപക്ഷെ അതിരുവിട്ട് AIയെ മനുഷ്യനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഈ യാത്ര അപകടകരമായ ഒന്നിലേക്കുള്ള യാത്രയാകുവാനുള്ള സാധ്യതയുണ്ട്. ആൻറ്റിഗ്വ എറ്റ് നോവ ഇതിൽ ഒരു പരിധിവരെയും മനുഷ്യൻ ദൈവത്തിന് പകരം AIയെ പ്രതിഷ്ഠിക്കുവാനുള്ള സാധ്യതകൾ കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് വളരെ രസകരമായി പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി AI മനുഷ്യൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്. അവസാന ഭാഗത്ത് ഇത് തന്നെയാണ് ആൻറ്റിഗ്വ എറ്റ് നോവ ആവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു സൃഷ്ടി, ഒരു കലാവിരുത് ദൈവത്തിൻ്റെ സ്ഥലം സ്വന്തമാക്കുന്നതിനെയാണ് നമ്മൾ ഐഡോലട്രി, വിഗ്രഹാരാധന എന്ന് വിശേഷിപ്പിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ ഈ വിഗ്രഹാരാധനയ്ക്ക് എതിരെ വളരെ ശക്തമായി ദൈവമായ കർത്താവ് ഇടപെടുന്നതായിട്ട് നാം കാണുന്നുമുണ്ട്. AIയെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു വിഗ്രഹമായിട്ട് പോലുമാണ് ഈ ഡോക്യുമെൻ്റ് വിശേഷിപ്പിക്കുന്നത്. AIയെ അമിതമായി ആശ്രയിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അടിമയാവുകയും അതനുസരിച്ചുള്ള ജീവിതം ക്രമീകരിക്കുകയും ക്രമേണ അവനിൽ നിന്നുള്ള മാനവികത നഷ്ടമാകുവാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ വിഗ്രഹങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനെ ആകർഷിക്കുവാൻ AIക്ക് കൂടുതൽ കഴിവുണ്ട് എന്ന് ഈ ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്. നമുക്ക് കരണീയമായിട്ടുള്ളത് നമ്മൾ ഇതിനകം തന്നെ സൂചിപ്പിച്ചതുപോലെ വിവേചനത്തോടെ, ത്യാഗഗ്രാഹ്യ ബുദ്ധിയോടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ സമസ്ത നന്മയ്ക്ക് വേണ്ടിയും, പൊതു നന്മ, കോമൺ ഗുഡ് എന്ന് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, നന്മയ്ക്ക് വേണ്ടിയും മാത്രം AI ഉപയോഗിക്കുക. നമ്മൾ ഒരു കാര്യം മറക്കാതിരിക്കുക, AI ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ് ഈസ് നോട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് AI. ഹ്യൂമൻ ബീയിങ് ഓർ HI ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗോഡ്, ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. HI എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് സ്വന്തമാക്കിയിരിക്കുന്ന മനുഷ്യന് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്
AI ഉപയോഗിക്കുവാനുള്ള സാധ്യതകൾ ഉപയോഗിക്കുക. അതേസമയം ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നാം വേണ്ടത്ര ജാഗ്രതയുള്ളവരായിരിക്കുകയും ചെയ്യുക. Zero.